ഇപ്പോൾ മന്ത്രി ഷംസുദ്ദീൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. വ്യത്യസ്തമായ അഭിപ്രായം ഗവൺമെന്റിനുണ്ട്. അപ്പോൾ അത് PSCയുമായി സംസാരിച്ച് പോസ്റ്റിംഗ് നടക്കാത്ത വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതെ നിരന്തരമായി നോട്ടിഫിക്കേഷൻ വരുന്നൊരു പ്രക്രിയക്ക് ഒരു പരിഹാരം ഉണ്ടാവണം. പലപ്പോഴും ഒരാളെ പോലും പോസ്റ്റ് ചെയ്യാതെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു എന്ന് പറയാറുണ്ട്. എന്താ കാരണം? വേക്കൻസിക്ക് അനുസൃതമായിട്ട് വേണം നോട്ടിഫിക്കേഷനും പോസ്റ്റിങ്ങും ഉണ്ടാവാൻ, റാങ്ക് ലിസ്റ്റ് ഉണ്ടാവാൻ. റാങ്ക് ലിസ്റ്റ് അങ്ങനെ ഉണ്ടാകുമ്പോഴേ പോസ്റ്റിംഗ് നടക്കുകയുള്ളൂ. അപ്പോൾ അതിലൊരു കാര്യം, ഈ നോട്ടിഫിക്കേഷൻ്റെ കാര്യത്തിൽ ഇവർ പറയുന്നതിൽ ന്യായമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ പിന്നെ ഒന്ന് ആവശ്യപ്പെട്ടത് ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന് ഇനി 1.5 വർഷത്തിലധികം സമയമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കാലാവധി അവസാനിക്കുന്ന മുറക്ക് അത് നീട്ടാനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പിന്നെയുള്ളത് HTV പോസ്റ്റ്, അതായത് ഹെഡ് മാസ്റ്റർമാർ 150-ൽ കൂടുതൽ കുട്ടികളുള്ള സ്കൂളിൽ ക്ലാസ് എടുക്കേണ്ടതില്ല, അവർക്കൊരു പകരം ഒരാളെ വെക്കാം. അതിപ്പോൾ സാധാരണ ഡെയിലി വേജസിനാണ് വെക്കുന്നത്. അത് നേരിട്ടുള്ള പോസ്റ്റിംഗ് ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു ചോദ്യം. അത് പരിശോധിക്കാനാണ് ഞങ്ങളൊരു സാവകാശം ചോദിച്ചത്. അങ്ങനെ പോസ്റ്റിംഗ് വരുമ്പോൾ അതിലെത്ര അധികമായ ആളുകളെ പോസ്റ്റ് ചെയ്യേണ്ടി വരും, അതിന് സാമ്പത്തിക ബാധ്യത എത്ര വരും എന്നുള്ള കാര്യം. അതുപോലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:25 ആക്കണം, 1:25 ആക്കണം എന്നുള്ളതാണ് ഒരാവശ്യം. അതും അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കണം. അതിനുമാണ് നമ്മൾ സാവകാശം ചോദിച്ചത്. പിന്നെ മറ്റൊരു കാര്യം ഗവൺമെൻറ് ഉറപ്പ് കൊടുത്തത്, PSC റാങ്ക് മുഖാന്തരം, റാങ്ക് ലിസ്റ്റ് മുഖാന്തരം നിയമനം നേടിയ ഒരാളും ഡിവിഷൻ ഫാളിൻ്റെ പേരിൽ പുറത്തു പോകേണ്ടി വരില്ല. അതിപ്പോൾ ഇന്ന് ഈ ആലപ്പുഴ സംഭവം ഉണ്ടല്ലോ, 33 ആളെ പുറത്താക്കിക്കൊണ്ടൊരു സംഭവം, ഒരു തീരുമാനം അവിടുത്തെ DD എടുത്തല്ലോ, അത് ശരിയല്ല. അത് ഡിവിഷൻ ഫാള് വന്നാൽ ഗവൺമെൻറ് സെക്ടറിൽ PSC മുഖാന്തരം നിയമിക്കപ്പെട്ടതാണ്, അവർക്ക് നിർബന്ധമായും പ്രൊട്ടക്ഷൻ സർക്കാർ തന്നെ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അത് ഒരു കാരണവശാലും ഇനി ഉണ്ടാവില്ല എന്നും ഗവൺമെൻറ്റിൻ്റെ പക്ഷത്ത് നിന്ന് ഉറപ്പ് നൽകുകയുണ്ടായി. ഈ സംഗതികളുടെ വെളിച്ചത്തിൽ ഇപ്പോൾ ഞാൻ കൂടുതലായി പരിശോധിക്കണമെന്ന് പറഞ്ഞ HTV 1:25 ഈ കാര്യങ്ങൾ പരിശോധിച്ച് അതിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഒരു തീരുമാനത്തിലെത്താൻ സർക്കാരിൻ്റെ ഒരു നിർദ്ദേശം സമർപ്പിക്കും. ഏതായാലും ഈ വിഷയം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.